ഗൈസ് അങ്ങനെ ISL ഈ സീസണിലെ സെമി ഫൈനൽ ഫിക്ചേഴ്സിനൊരു തീരുമാനമായിരിക്കുന്നു. ഇന്നലെ ഒഡീഷ FC ജയിച്ചല്ലോ KBFCക്കെതിരെ. അങ്ങനെ മോഹൻ ബഗാൻ്റെ എതിരാളികൾ ഒഡീഷ FC ആണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഗോവ വിജയിക്കുന്നു അഗെയിൻസ്റ്റ് ചെന്നൈയിൻ FC 2-1 എന്ന് പറയുന്നൊരു നിലയിലാണ് ഈ ഒരു മത്സരം വിജയിക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫാണ് മുഴുവനായിട്ട് കണ്ടിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഞാൻ ഒരിടത്തേക്ക് പോകുന്ന രീതിയിലായതുകൊണ്ട് ഞാൻ ഫോണിലാണ് അങ്ങനെ കണ്ടപ്പം എനിക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടിയിട്ടുണ്ടായിട്ടില്ല ഫസ്റ്റ് ഹാഫ് കാണുന്നത്ര. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രം. ഏതായാലും ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് 3 ഗോളുകളും വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും ഒരു ഗോവ തന്നെ ഒരു കുറച്ചും കൂടി ഒരു ഡോമിനേഷൻസ് ഉള്ള ഒരു ഗെയിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യത്തിന് ഓടെ ഒരു നല്ല ഗോൾ തന്നെയായിരുന്നു. എന്നാൽ ബ്രാൻഡൻ്റെ ഗോളാണ് ഇൻക്രെഡിബിൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ 2-0 എന്ന നിലയിൽ ഒരു കംഫർട്ടബിൾ എന്ന ലെവലിലേക്ക് പോയപ്പോഴാണ് ഒരു 45th മിനിറ്റ് കഴിഞ്ഞ് അഡീഷണൽ ടൈമിൽ ചെന്നൈയിൻ്റെ ഒരു ഗോൾ വരുന്നത്. അപ്പം 2-1 എന്ന നിലയിലായപ്പോഴത്തേക്കും ഗെയിം ഒന്ന് ടൈറ്റായി. കാരണം ആ ഒരു മൊമെൻറ്റിലാണ് വരുന്നത്. കാരണം ആ ഒരു സമയത്ത് ആ ഒരു ഗോൾ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പം വീണ്ടും കുറച്ചും കൂടി അവർ ടൈറ്റാക്കി നിർത്തിയേനെ എന്നുള്ള ലെവലിലേക്ക് പോയി. എന്തായാലും ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫ് ഗോളുകൾ വന്നില്ല. അതിൻ്റെ ഒരു വിഷയത്തിലേക്ക് ഞാൻ കുറച്ചും കൂടി വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ മനോലാടെ ഒരു കാര്യം അറിയാം. അദ്ദേഹം ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം അതൊക്കെ ഡിഫെൻഡ് ചെയ്ത് ജയിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു കോച്ചാണ്. പക്ഷേ ഈ ഒരു 2-1 വന്ന ആ ഒരു സിക്കോവിച്ചിൻ്റെ ആ ഒരു ഗോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ധീരജിൻ്റെ ഒരു മിസ്സുണ്ട്. അദ്ദേഹത്തിന് അത് കളക്ട് ചെയ്യാവുന്നതായിരുന്നു. അത് മിസ്സ് വരുത്തിയത് അടുത്തു നിന്നാണ് പിന്നീട് അതൊരു ഗോളിലേക്ക് വന്ന് ഭവിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ ധീരജ് മറ്റൊരു മിസ്റ്റേക്ക് വരുത്തിയിരുന്നു. പക്ഷേ അത് ഒന്നാം തരമായിട്ട് ഒടയോണ്ട് ഇന്ത്യയുടെ ഒരു ഗോൾ ലൈൻ സേവ് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു മാച്ച് 2-2 എന്നുള്ള ലെവലിലേക്ക് പോയേനെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിൻസിയുടെ ഒരു റണ്ണും. അതുപോലെ അതും ഈ പറഞ്ഞ പോലെ ഡിഫൻസ് നന്നായിട്ട് സേവ് ചെയ്തു. നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ ചെന്നൈയിൻ FC കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ഹാഫിൽ നല്ല 2 ഓപ്പർച്യൂണിറ്റീസാണ് ചെന്നൈയിൻ FCക്ക് കിട്ടിയത്. പക്ഷേ അത് അവർക്ക് മുതലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. സോ പിന്നെ നമുക്കറിയാം മനോല അത് ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും പണിഞ്ഞാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടെയും ലൂപ്പ് ഹോൾസ് ഉണ്ട്. പക്ഷേ അത് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഗോവ ഒന്നാന്തരമായിട്ട് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അതായത് 3ഉം 4ഉം സ്ഥാനത്തുള്ള ടീമുകൾ തന്നെ പ്ലേ ഓഫ് ജയിച്ച് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. 5ഉം 6ഉം സ്ഥാനത്തുള്ള ടീമുകൾ പുറത്താക്കുന്നു. അതിലും പ്ലേ ഓഫിൽ 2 റിസൾട്ടുകളും 2-1 എന്നുള്ള നിലയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ സൗത്ത് ഇന്ത്യൻ ടീംസൊക്കെ ഔട്ടായി കഴിഞ്ഞു. ഇനി ബംഗാളിൽ നിന്നൊരു ടീം, അതുപോലെ ഗോവൻ സൈഡ് ഒഡീഷയിൽ നിന്ന് മറ്റൊരു ക്ലബ്ബ് സാൻ മുംബൈ സിറ്റി FC എന്നുള്ള നിലയ്ക്കാണ്. അതിലും ഇനി ആവേശം നിറഞ്ഞിട്ടുള്ള സെമി ഫൈനൽ, ഇനി 2 ലെഗ് പോരാട്ടങ്ങളൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഏത് നിലയിലേക്ക് പോകും, ആരായിരിക്കും ഇനി നമുക്കറിയാലോ. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു വേറെ തന്നെ ഒരു ടൂർണമെൻറ്റ് നിലയിൽ വേണം നമുക്ക് കണക്കാക്കാൻ. ഏതായാലും ചെന്നൈയിൻ FC ഒരു നല്ല മത്സരം തന്നെ ഗോവയ്ക്ക് എതിരെ കൊടുത്തു എന്നുള്ളത് ഒരു പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗോവയ്ക്ക് ആ ഒരു അധികം ഗോളുകൾ ഗോവയ്ക്കെതിരെ അടിക്കാൻ സാധിച്ചില്ല. അതാണ് അവർക്ക് ആ ഒരു ഇതായിട്ട് മാറിയത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ 2-2 എങ്കിലും ഡ്രോ ആകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ദി കേസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്ത് മറ്റേ കാണിക്കാൻ സൈനിങ് ഓഫ്.